ഇന്നത്തെ മോർണിംഗ് കുറച്ചും കൂടി സ്പെഷ്യൽ ആക്കാമെന്ന് വിചാരിച്ച് ഇന്നലെ പ്ലാൻ ചെയ്ത് രണ്ടുപേരും കൂടി ഇത് 5:45 മൂന്നാറെത്തി. അതാണ്, അത്രേ ഉള്ളൂ. ഹായ് ഹലോ, ഇറ്റ്സ് മീ ശ്രീകുട്ടി കീർത്തുമോൻ. അപ്പോൾ 2:30 എഴുന്നേറ്റ് സ്റ്റാർട്ട് ചെയ്ത ജേണിയാണ്. ഉറക്കം തീരെ പോയിട്ടില്ല. പക്ഷെ നമ്മുടെ ട്രിപ്പല്ലേ, അത് നമ്മൾ ഒരിക്കലും കോംപ്രമൈസ് ചെയ്യരുത് ട്രിപ്പിന് വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇതേ മൂന്നാറെത്തി. സൺറൈസ് ഒക്കെ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഒരു കുഞ്ഞ് റോട്ടിൽ കൂടെയല്ല കുറച്ച് വ്യൂസും കൂടി നിങ്ങളെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ചെറിയ കോട ഉണ്ടായിരുന്നു, അത്യാവശ്യം നല്ല തണുപ്പുണ്ടായിരുന്നു. ഡിസംബറിൻ്റെയൊക്കെ ഒരു തണുപ്പ് സ്റ്റാർട്ട് ചെയ്ത പോലെ. പിന്നെ ഓഫ് കോഴ്സ് മൂന്നാറിൽ എപ്പോഴും ഒരു കുഞ്ഞി തണുപ്പ് എപ്പോഴും നമുക്ക് ഫീൽ ചെയ്യുമല്ലോ. എന്തായാലും ഈ റോഡ് ട്രിപ്പൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. നല്ല വ്യൂസ് കിട്ടി. കാരണം നല്ല ഭംഗിയുള്ള ഒരു കാഴ്ച, അത് ഫോണിൽ കിട്ടുന്നതിനെക്കാട്ടിലും കണ്ണിനെന്തുമാത്രം മീൻസ് നമ്മുടെ കുറേ ദിവസത്തെ യാത്രകൾ, സ്ട്രെസ്സ്, നമ്മുടെ വർക്ക് ലോഡ് എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് നമുക്ക് വേണ്ടി കണ്ടുപിടിക്കുന്ന ഒരു സ്പേസ്, അത് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് മഴയൊന്നും ഇല്ലാതെ ഒരു ശല്യം ഇല്ലാതെ നേച്ചർ നമുക്ക് തന്നെ ഒരു ഗിഫ്റ്റ് പോലെ രാവിലെ തന്നപ്പം ഓ മൈ ഗോഡ്, ഐ ആം സോ ബ്ലെസ്ഡ്. അങ്ങനെ എനിക്ക് തോന്നി. ഭയങ്കര രസമായിരുന്നു. പിന്നെ ഈ കുഞ്ഞു കുഞ്ഞു മരങ്ങൾക്കിടയിലൂടെയൊക്കെ ഒരു ചെറിയ റൗണ്ട് വെച്ചിട്ട് വീണ്ടും നമ്മൾ തിരിച്ചു വരുന്ന വഴിക്ക് നല്ല ഭംഗിയുള്ള, എത്ര കണ്ടാലും മതി വരാത്ത, എപ്പോഴും കാണണമെന്ന് തോന്നുന്ന തേയിലത്തോട്ടത്തിൻ്റെ കുറച്ചൊരു വ്യൂവും കൂടി എനിക്ക് കിട്ടി. ഒബ്വിയസ്ലി ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കാരണം എന്താണെന്നറിയില്ല, എനിക്കിതൊക്കെ കാണുമ്പം എനിക്ക് തന്നെ ഞാൻ ഭയങ്കര ഗിഫ്റ്റ് കൊടുക്കുന്ന പോലത്തെ ഒരു ഫീലിംഗാണ്. ഞാൻ ചെറിയ കാര്യത്തിൽ എനിക്ക് ഒത്തിരി സന്തോഷം കിട്ടുന്ന ഒരാളാണ്. അപ്പോൾ ഇതെന്നാ രസമായിരുന്നെന്നറിയോ, ഇതിൻ്റെ ഒരു ശരിക്കും കണ്ണിൽ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പൊന്നോ, ഇത് അടിപൊളിയായിരുന്നു, ഒരു രക്ഷയില്ലായിരുന്നു. പിന്നെ ഞങ്ങൾ പോയിട്ട് ഈ റൗണ്ടൊക്കെ ചുറ്റിയിട്ട് വന്നപ്പോഴത്തേക്കിനും നൈസായിട്ടൊരു കോടയൊക്കെ ഇറങ്ങി, ആ കോട മഞ്ഞിൻ്റെ ഇടയിൽ കൂടി ഒരു സൂര്യൻ ഇങ്ങനെ ഉദിച്ച് വന്നപ്പോൾ കിട്ടിയ ഒരു ഫീല്, അത് വല്ലാത്തൊരു ഫീലായിരുന്നു. പിന്നെ നല്ല ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു തണുപ്പും. ഈ ലാസ്റ്റ് വ്യൂ അതെൻ്റെ ഹൃദയത്തിലുണ്ട്. അപ്പോൾ ഓക്കെ, നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഇപ്പോൾ വരാം.